ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അറബിക് ഡിഷിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഡിഷാണ്. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു മജ്ബൂസിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഡിഷ് ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, എൻ്റെ ഇക്കാൻ്റെ പെങ്ങളുടെ മോനാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു വെളുത്തുള്ളി ഫുൾ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക്, ഒരു 4 ചെറിയ പീസ് ജിഞ്ചറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 6 തക്കാളി എടുക്കണം. 6 തക്കാളി എന്ന് പറയുന്നത് നമ്മൾ 2 കിലോ ചിക്കനിലാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എന്താക്കുക, കട്ട് ചെയ്തെടുക്കുക. ഒരു തക്കാളി ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതും അരച്ചെടുക്കാം. തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി സവാള കട്ട് ചെയ്യാം. ഒരു 7 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറച്ച് കനത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതുപോലെ കനത്തിൽ കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ചിക്കൻ സ്റ്റോക്കും 4 ഡ്രൈ ലെമണും. അടുത്ത നമുക്ക് അരി സോക്ക് ചെയ്യാൻ വെക്കാം. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1.5 kg ആണ് അരി എടുത്തിട്ടുള്ളത്. ഇനി നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കാം. ഇനി നമുക്ക് മജ്ബൂസ് തയ്യാറാക്കാൻ ആ 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താക്കാം, നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായ, 1 ടേബിൾ സ്പൂൺ കുരുമുളകും 2-3 പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കറാമ്പും 4 പീസ് ബേ ലീഫും ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് കുക്കാവാനും വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളിൻ്റെ നിറമെല്ലാം മാറിയതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി 4 പീസായി കട്ട് ചെയ്തതാണ്. അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അറബിക് മസാല പൗഡറാണ് കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ഒരു മസാല പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളെ ചിക്കനിൽ നന്നായി മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അടുത്ത് നമുക്കിതിലേക്ക് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ലെമൺ നന്നായി കഴുകിയതിന് ശേഷം കത്തി കൊണ്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും നിന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താക്കുക, നമ്മൾ ചിക്കൻ 25 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. 25 മിനിറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പം നമ്മൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മല്ലിയില മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മളെ ചിക്കന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കനിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറിന് ആവശ്യത്തിനുള്ള വെള്ളമാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറിന് വേണ്ട ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ക്യാരറ്റ് 2 പച്ചമുളക് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. നന്നായി തിളച്ച് വരട്ടെ നമ്മളെ വെള്ളം. അപ്പം നമ്മളെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഉണ്ടോയെന്നെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. മിക്സ് ആയതിന് ശേഷം നമുക്ക് എന്താക്കുക, ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കുക. നമുക്ക് ഇപ്പോൾ ചോറിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല, ഇനി കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ മാറ്റി വെച്ചിട്ടില്ല, ആ ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മളെ ചിക്കൻ, ഇത് കുക്കായ ചിക്കനാണ് കേട്ടോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ ആവിയൊന്നും പുറത്തൊന്നും പോകാണ്ടിരിക്കാനും വേണ്ടി എന്തൊക്കെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇതിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും വെയിറ്റിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. നമ്മൾ കയറ് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റും. ഇതിൻ്റെ ആവി പുറത്ത് പോകാണ്ടിരിക്കാനും വേണ്ടി കയറ് ചുറ്റിയതിന് ശേഷമാണ് മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീൽ മൂടി എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലോ ഫ്ലെയിമിൽ ഒരു 3/4 മണിക്കൂർ ഇത് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് പിന്നെ നമ്മളെ ചോറെല്ലാം റെഡി ആയി കിട്ടും. അതിൻ്റെ ഇടയിൽ ഇത് തുറന്ന് നോക്കാനൊന്നും പാടില്ല. കൃത്യം 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ചോറ് നന്നായി കുക്കായി കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് എന്താക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ചോറിൽ നന്നായി വെന്തിട്ടുമുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല പൂ പോലെ ഉണ്ട് നമ്മുടെ ചോറ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.